അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് സഞ്ജയ് ഫ്രം ദ ട്വിൻസ് ചാനൽ. പെഡി, നമ്മുടെ രാം ചരൺ മൂവി ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഗുസ്തിയുടെയും പരിപാടികളൊക്കെ എന്തോ ഒരു ടംബ്നെയിൽ കണ്ടായിരുന്നു. സോ എന്താണ് പരിപാടി എന്നുള്ളത് പെട്ടെന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. ഓക്കെ, Entering tunnel number 13. സർ എമർജൻസി. ഇവിടെയുള്ളവരുടെയൊക്കെ ഫേവറേറ്റ് പ്ലേ വെവ്വേറെ ആണെങ്കിലും അവരുടെയൊക്കെ ഫേവറേറ്റ് പ്ലെയർ മാറുന്നില്ലല്ലോ. പെറ്റി. അത് ഈ നാട്ടിലേതെങ്കിലും ക്രിക്കറ്റുകളിക്കാരനോ? ദൈവത്തിന്റെ പേരാ? എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെദ്ദിയാ സർ. ഞാൻ എന്റെ വിചാരിച്ചു ഫേവറേറ്റ് റെസ്ലർ പെദ്ദി സർ. കബഡി കബഡി ആണല്ലോ. എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി സർ. ഈ നാട്ടിലെ പിള്ളേരൊക്കെ പെദ്ദിയെ എങ്ങനെയാ കാണുന്നത് സാറിന് അറിയോ? ഗ്രൗണ്ടിലെ ദൈവമായിട്ടാ. അമ്മീ ക്രിക്കറ്റും ഉണ്ട്. ഞാൻ കളിക്കുന്ന വേണ്ടി മാത്രം. ആകാശത്തുനിന്ന് അയ്യേ. ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നു നീ കേട്ടിട്ടില്ലേ? അതിൽ വരണം ഈ വിജയൻ. ഇത് പുഷ്പയാ? എന്ത് പുഷ്പയാടത്? വിജയനഗരത്തിൽ വന്ന് വീണതാടാ. ക്രിഞ്ചാണത്. അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റടുത്ത ഉപദേശമൊന്നും എന്നോട് വേണ്ട. രാഷ്മികയുടെ നമ്മുടെ ഇതിലെ രാഷ്മികയുടെ റോള് അതേപോലെ കോപ്പി അടിച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. എങ്ങനെ മണകുടാഞ്ചനായിട്ട് നടന്നു? അയ്യോ പെമ്പിള്ളേരായൊന്നും പറയാൻ പാടില്ല മോളെ. മോറടം മോനെ. കളി ജയിച്ചോ തോറ്റോ എന്നതല്ല, അതിന് ജീവൻ കൊടുക്കണം. കരിമിനാറ്റി പോലെ ഉണ്ട് കാണാൻ. അല്ല അല്ല, നീയൊക്കെ റെയിൽവേ പാളത്തിൽ തീവ്രമല്ലടാ. നടക്കം വഴിയുണ്ടായിട്ട് മാത്രം കാര്യമില്ല, മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ നാണമില്ലേ? കബഡി ക്രിക്കറ്റുകളി ഈ പരിപാടി ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായിരുന്നാലും ജാൻവി കപൂറിന് കുറെ ട്രോള് കിട്ടുക 100% ഉറപ്പാണ്. ഊരും പേരും അറിയാത്ത നിന്നെയൊക്കെ വിളിച്ച് പണി തന്നതിന്റെ വലിയ നന്ദിയുണ്ടോ ചേറ്റകളെ. അവൻ വലിയ കളിക്കാരനാണെങ്കിൽ കറക്റ്റ് നമ്മുടെ പുഷ്പയുടെ ആ ഒരു സ്റ്റൈല് പിടിച്ചേക്കുന്ന പോലെ എനിക്ക് മാത്രമാണോ അത് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. I don't know. Maybe I will get a lot of hate for saying this, but I kind of feel like, എന്താണ് നമ്മുടെ പുഷ്പയിലെ പുള്ളിയുടെ മാനറിസംസ് എവിടെയൊക്കെയോ പുള്ളി, അതുപോലെ തന്നെ മറ്റേതും രാഷ്മികയുടെ അതേ ക്യാരക്ടർ, അതേ ഡ്രസ്സിങ്. ഇവരെന്താണെന്നോ ഇങ്ങനെ സൗത്തിൽ വന്നിട്ട് സൗത്ത് ഇന്ത്യൻ പെമ്പിള്ളേരെല്ലാം ഇങ്ങനെ ഇതുപോലെയാണോ ഇത് ചെയ്യുന്നത്? എനിക്കറിയില്ല. ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര ഒരു വൾഗർ രീതിയിൽ കാണിച്ചേക്കുന്നു. വെറുതെ നാവിട്ടടിക്കാതെ ഓക്കെ, ജയിക്കാൻ പറ്റിയ ആമ്പുലരുണ്ടെങ്കിൽ വരാൻ പറ. ആരടാ അവൻ? ക്രോസ് ഓവർ അത്ലറ്റ്. രണ്ട് ഗെയിമുകൾ ചേർത്ത് ഒന്നാക്കി മത്സരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ്. സാറേ, തോറ്റാലും ജയിച്ചാലും അത് ഈ മലയടി പാറക്കാരന്റെ പേര് തന്നെയായിരിക്കണം. കളികൾ എനിക്ക് മത്സരം മാത്രമായിരുന്നില്ല, പോരാട്ടം കൂടിയായിരുന്നു സർ. ഓക്കെ. ട്രാൻസിഷൻ ഹെവി കേട്ടോ, കിട്ടില്ല ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ട്രെയിലർ. റിയലി ഗുഡ്. എന്തായാലും സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളെല്ലാം നമ്മുടെ രാം ചരണിൻ്റെ മൂവീസ് എല്ലാം ഇപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന കുറച്ച് മൂവീസ് എല്ലാം ഈ ഒരു ജോണ്ടറിലാണ് വരുന്നത്. എന്നുവെച്ചാൽ പഴയ കാലഘട്ടം. പിന്നെ ഇതിനകത്തൊക്കെ നമുക്കൊരു രീതി മനസ്സിലായി. വളരെ സിനിമ കിടിലമായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ബിക്കോസ് കോൺസെപ്റ്റ് എല്ലാം അടിപൊളി. അതിനകത്ത് പല ക്രിക്കറ്റ് കാണിച്ചിട്ടുണ്ട്, കബഡി കാണിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സാമൂഹിക പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം. എന്ന് വെച്ചാൽ ലോ ലെവലിൽ നിന്നുള്ള ഒരാൾ കയറി വരുന്നു, നമ്മളെ സമുദായത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, നാടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ പരിപാടി ആയിരിക്കും. ഓക്കെ, എനിവേസ് ദാറ്റ് ഈസ് റിയലി ഗുഡ്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, അതെനിക്ക് മാത്രമല്ല, ഇപ്പോൾ ആര് കണ്ടിരുന്നാലും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഈ
സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കൊക്കെ സൗത്ത് ഇന്ത്യൻ അവർ ഈ ആക്ട്രസ്സുമാർ വരുമ്പോഴത്തേക്ക് അവർ ഈ എക്സ്പോസ്ഡ് ആക്കി ഇത് കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഭയങ്കര ക്രിഞ്ചാണ്. അത് എനിക്കറിഞ്ഞൂടാ ഇപ്പം അവരുടെ നാടുകളിലെല്ലാം അതങ്ങനെ ഓടുന്നത് കൊണ്ടാണോ അവർക്ക് ഇഫ് ഇറ്റ്സ് ഓക്കെ അവിടെ നോർമലൈസ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കത് ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഇപ്പം ഇതിനകത്ത് പുഷ്പയിലെ രാഷ്മികയുടെ ആ ഒരു ക്യാരക്ടറിനെ കണ്ടമാനം ട്രോൾ ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണത് ഇവിടെ. ബിക്കോസ് ആ ഒരു മാനർസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പ് പോലെ, അതേപോലെ തന്നെ ഇതിനകത്തും ആ ഒരു രീതിയാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ നാടുകളിലെ കുഗ്രാമങ്ങളിലെല്ലാം ഇതുപോലെ കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നടക്കും. സിനിമയാണ് ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ ആ ഒരു ഇത് കാണിക്കണം. അത് മാത്രമാണ് നമുക്കൊരു ക്രിഞ്ച് എലമെന്റ് ആയിട്ട് അതിനകത്ത് തോന്നുന്നത്. അതാണ് ആ ഇത് വരുമ്പോഴേ നമുക്ക് ആ ഇത് കാണുമ്പോഴേ നമുക്കൊരു ഭയങ്കര ക്രിഞ്ചായിട്ട് നമുക്ക് തോന്നും. ബിക്കോസ് ഗ്ലാമറസ് വേഷം ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയുള്ള റോൾസ് ചെയ്യുമ്പോൾ ഓക്കെ ഇറ്റ്സ് ഓക്കെ ടു എക്സ്പോസ് എ ലിറ്റിൽ ബിറ്റ് ആൻഡ് ദിസ് ആൻഡ് ദാറ്റ്. പക്ഷേ ഇത് എവിടെ എന്ത് വന്നിരുന്നാലും ഉടനെ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം അങ്ങനത്തെ ഡ്രസ്സ് അങ്ങനെയൊന്നും അല്ല ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ. സോ ലൈക്ക് വേണ്ടാത്ത സ്ഥലത്തും ലൈക്ക് വേണമെന്നുള്ള സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ്സ് അത് തെറ്റായിട്ടുള്ളൊരു കാര്യം അങ്ങനെയൊന്നും അല്ല. ഓക്കെ ഇഫ് ദ പ്രൊഫഷൻ ഓർ റോൾ ഡിമാൻഡ്സ് ഇറ്റ് ദെൻ യു ഷുഡ് ഡു ഇറ്റ്. പക്ഷേ ഇത് വേണ്ടാത്ത സ്ഥലത്തും കുഗ്രാമത്തിലൊരു പെണ്ണിന് കൊടുത്തേക്കുന്ന വേഷമാണ് എന്തോ പറയുന്നത്. സോ യാ ബട്ട് എനിവേസ് നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ആ പുഷ്പയിലായത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു രാഷ്മികയുടെ ക്യാരക്ടർ. അതുകൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. സോ എനിവേസ് പടം അടിപൊളി തന്നെയായിരിക്കും. ട്രെയിലർ ഒരു രക്ഷയില്ല, കിടലൻ ട്രെയിലർ. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.